ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും UPI പേയ്മെൻറ്റ് നടത്തുന്നവരാണ്. നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗൂഗിൾ പേ ഇല്ലേ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാത്തവരായി ഇന്ന് ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ ഇത്തരത്തിൽ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് ATM മെഷീനിൽ നിന്നും പണം പിൻവലിക്കുന്നതിനും സാധിക്കും. ATM കാർഡ് ഇല്ലാതെ എങ്ങനെയാണ് ATM മെഷീനിൽ നിന്നും പണം പിൻവലിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ATM മെഷീനിൽ എത്തിയതിന് ശേഷം ഇവിടെ കാണുന്ന UPI QR ക്യാഷ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് ഇതുപോലുള്ള ഒരു സ്ക്രീനായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. പ്ലീസ് എൻ്റർ ദി എമൗണ്ട്. അവിടെ നമുക്ക് പിൻവലിക്കേണ്ട എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. മാക്സിമം നമുക്ക് 5000 രൂപ വരെയാണ് പിൻവലിക്കാൻ സാധിക്കുന്ന എമൗണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് പിൻവലിക്കേണ്ട എമൗണ്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 500 രൂപ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന എമൗണ്ട് നമുക്കിവിടെ കാണാം. അതിനുശേഷം ഇവിടെ താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്ലീസ് വെയിറ്റ്. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇതുപോലൊരു QR കോഡ് വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സാധാരണ പേയ്മെൻറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ കാണുന്ന സ്കാൻ എനി QR കോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മുടെ ക്യാമറ നമുക്ക് ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. നമ്മുടെ ആ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്ക്രീനിലുള്ള ആ ഒരു QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്നതോടുകൂടെ നമുക്ക് സ്ക്രീനിൽ ആ ഒരു പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. പേയിങ് SBI ATM ക്യാഷ് വിഡ്രോവൽ ത്രൂ UPI എന്നുള്ളത്. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു എമൗണ്ട് നമുക്ക് അവിടെ കാണാം. അതിനുശേഷം നമ്മൾ സാധാരണ UPI പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ താഴെയുള്ള പേ എന്നുള്ള ഈ ഒരു ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ UPI പിൻ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ക്രീനിൽ ഇതുപോലെ മെസ്സേജ് കാണാം. നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകുന്നത് വരെ നമ്മുടെ ATM മെഷീൻ വിട്ട് പോകരുത് എന്നുള്ളതാണ്. അതിനുശേഷം നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. യുവർ ട്രാൻസാക്ഷൻ ഈസ് ബീയിങ് പ്രോസസ്ഡ്, പ്ലീസ് വെയിറ്റ്. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാൻ പറയാം. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ട്രേ നമുക്ക് ഇതുപോലെ ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ഭാഗത്ത് നമ്മുടെ ക്യാഷ് വന്ന് കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ അവിടുന്ന് നമുക്ക് ആ ഒരു ക്യാഷ് എടുക്കാവുന്നതാണ്. ഇതുപോലെ ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ATM മെഷീനിൽ നിന്നും പണം പിൻവലിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.